വാട്ട് എ ത്രില്ലർ പോരാട്ടം. എനിക്ക് എന്തോ ഒരു മത്സരമായിരുന്നു ടി സിയും അതുപോലെ തന്നെ ജി ടിയും തമ്മിലുള്ള മത്സരം. രക്ഷയില്ല. ഞാൻ ആദ്യം പ്രതീക്ഷിച്ചു അത്ര വലിയൊരു നല്ലൊരു മത്സരം കാണാനുള്ള ഒരു സ്കോപ്പ് ഒന്നും ഇല്ലാന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കളി പിന്നെ നമുക്ക് ത്രില്ലടിച്ച് നമ്മളിരുന്ന് കണ്ടു. അപ്പൊ അത്രയും നല്ലൊരു മത്സരമായിരുന്നു. അതിനെന്തായാലും അവർ രണ്ട് ടീമിനോട് താങ്ക്സ് പറയാണ്. ഈ ജയ പരാജയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി മാറിക്കൊണ്ടേ ഇരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അവസാനം വന്നപ്പോഴത്തേനും ഡി സിയുടെ കളി വന്നതാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ സ്കില്ല് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല മില്ലറെ, കുറച്ചുകൂടെ ബ്രെയിനൂടെ വേണം എന്നുള്ളതാണ്. അവിടെ ആ ഒരു സിംഗിൾ എടുത്തിരുന്നെങ്കിലുണ്ടല്ലോ കളി കയ്യിൽ നിന്ന് എന്തായാലും പോകില്ലായിരുന്നു. മനസ്സിലായി? അപ്പം അവിടെ കുൽദീപിന് ഒരു പക്ഷെ ഒരു ബോളിൽ ഒരു സിംഗിൾ ഇടാൻ പറ്റില്ലേ? അപ്പം അവിടെ അങ്ങനെ ഒരു ട്രസ്റ്റ് പോലും കൊടുക്കാണ്ട് ഈ പറയുന്ന ഇല്ല ഞാൻ തന്നെ 2 റണ്ണും അങ്ങ് എടുത്തേക്കാം, ഇനി അവിടെ പോയിട്ട് റൺ എടുത്തില്ലെങ്കിലും ആദ്യമേ കളി കയ്യിൽ നിന്ന് പോകാതിരിക്കാനാണ് ആദ്യം നോക്കേണ്ടത്. അപ്പം സെക്കൻഡ് ലാസ്റ്റ് ബോളിൽ സിംഗിൾ ഓടേണ്ടതായിരുന്നു. അവിടാണ് കളി ശരിക്കും പറഞ്ഞ പോയത്. പിന്നീട് എങ്ങനെ വേണ്ടില്ല, കുൽദീപ് എങ്ങനെയായാലും ബാറ്റ് കൊള്ളിച്ച് നിങ്ങൾ നോടിയാൽ മതി. വെപ്രാളത്തിൽ ചിലപ്പോൾ അവർ എറിയുന്നത് ചിലപ്പോൾ കൊള്ളണമെന്നൊന്നുമില്ല. അപ്പൊ കളി ഒരുപക്ഷെ കയ്യിൽ ഇരുന്നത് ഡി സിയുടെ തന്നെയാണ്. പക്ഷെ മില്ലറിന്റെ ഒരു ബുദ്ധി ശൂന്യത കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ആ ഒരു പെട്ടെന്ന് അത് ചിന്തിക്കാത്തത് കൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഡി സിയുടെ മത്സരം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കെ എൽ രാഹുലിന്റെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ആണ്. അതുപോലെ കെ എൽ രാഹുൽ കളി കൊണ്ടുവന്നു, കെ എൽ രാഹുൽ തന്നെ കളി കൊണ്ടുപോയി കളഞ്ഞു. അതായത് സ്റ്റബ്സിന്റെ വിക്കറ്റ് റൺഔട്ട് ആകാൻ ഒരു ഇത് കാരണമായത് കെ എൽ രാഹുലാണ്. അപ്പൊ അവിടെ തൊട്ടാണ് കളി ഡി സിയുടെ കയ്യിൽ നിന്ന് കുറച്ചുകൂടെ വിട്ടുപോയത്. അതിനുശേഷം അവസാനം മില്ലർ വന്നിട്ട് കളി അവസാനം വരെ കൊണ്ടുവന്നു, ജയത്തിന് അടുത്ത് വരെ കൊണ്ടുവന്നു, മില്ലർ തന്നെ കളഞ്ഞു. അപ്പൊ അത് ആ ഒരു റണ്ണ് സിംഗിൾ ഓടാത്തതിന്റെ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം അവര് തന്നെയാണ് കളി കൊണ്ടുവരുന്നത്, കളി കളയുന്നതെല്ലാം അവര് തന്നെയാണ്. ഗുജറാത്തിന്റെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ആദ്യം സായി സുദർശനും ഗില്ലോട് നല്ല രീതിയിലൊരു തുടക്കമാണ് തുടങ്ങിയത്. പക്ഷെ അവിടെ ഈ പറയുന്ന മുകേഷ് കുമാർ ആണെന്ന് അവരുടെ ആ ഒരു ഇതിനെ തച്ചുടച്ചു. അതായത് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പൊട്ടിച്ചു കളഞ്ഞു. അപ്പത്തേനും അടുത്തത് വന്ന ബട്ട്ലറാണ്. ബട്ട്ലർ ആണെങ്കിൽ അടിയോടടി 50+ റൺസ് ബട്ട്ലർ എടുത്തിട്ടുണ്ട്. ആ സമയത്ത് ജി ടി ബോളേഴ്സും അല്ലെങ്കിൽ എല്ലാവരും ആലോചിച്ച് കാണും, ആ സായി സുദർശൻ തന്നെ മതിയായിരുന്നു എന്ന് വിചാരിച്ച് കാണും. കാരണം അമ്മാതിരി അടിയായിരുന്നു ബട്ട്ലർ ആ സമയത്ത് അടിച്ചത്. എന്തായാലും ഡി സിയുടെ കൈ വന്നൊരു മത്സരമായിരുന്നു. പക്ഷെ അവർ തന്നെ കൊണ്ട് കല ഉടച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഗില്ലിന്റെ ക്യാപ്റ്റൻസി വളരെ നല്ലതായിരുന്നു. കാരണം ബോളർമാർ കൊണ്ട് കല ഉടയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഈ പറഞ്ഞ കാമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. ഫീൽഡിംഗ് സെറ്റപ്പ് ഒക്കെ നൈസായിട്ട് തന്നെ ചെയ്തു. എന്തായാലും നല്ലൊരു വർക്കായിരുന്നു. ജി ടിയുടെ ആദ്യത്തെ വിജയമാണ്. കൺഗ്രാറ്റ്സ്. അപ്പൊ എന്തായാലും അടുത്ത മത്സരത്തിന് ശേഷം നമുക്ക് വീണ്ടും കാണാം.